ഹലോ, ഞാനിപ്പോൾ വന്നിട്ടുള്ളത് കുറച്ച് പ്രോഡക്റ്റ് റെക്കമെൻഡേഷനുമായിട്ടാണ്. ഇപ്പം നൈക്കയിൽ അവരുടെ ഹോട്ട് പിങ്ക് സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട് പിങ്ക് സെയിൽ തന്നെയല്ലേ, സോറി, പിങ്ക് ഫ്രൈഡേ സെയിൽ കേട്ടോ. പിങ്ക് ഫ്രൈഡേ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതേപോലത്തെ ഒരു സഞ്ചി അവർ അയച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുള്ള പ്രോഡക്റ്റ്സ് അല്ല ഞാൻ കാണിച്ചു തരുന്നത്, ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആട്ടോ കാണിച്ചു തരുന്നത്. ഇതിനകത്തുള്ള പ്രോഡക്റ്റ്സ് മാറ്റിയിട്ട് എനിക്ക് നല്ല ഫേവറേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്ക് മേടിച്ചാലും നല്ലതായിരിക്കും എന്ന് തോന്നുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആമസോണിലും മിന്ത്രയിലും ഒക്കെ എല്ലാ പ്ലാറ്റ്ഫോംസിലും ടീറയിലുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എല്ലാ ഓൾമോസ്റ്റ് പ്ലാറ്റ്ഫോംസിലും നല്ല സെയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണോ അഫോർഡബിൾ ആയിട്ട് പ്രോഡക്റ്റ്സ് കിട്ടണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എൻ്റെ കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പം എൻ്റെ ഫസ്റ്റത്തെ റെക്കമെൻഡേഷൻ വന്നിട്ട് ഈ കാണുന്ന പ്രോഡക്റ്റിൻ്റെ ആണ് കേട്ടോ. ഇത് ഹൂഡ ബ്യൂട്ടിയുടെ ബ്ലർ ഈസി ബ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഫൗണ്ടേഷനാണ്. ഇത് സൂപ്പർ ആയിട്ടുള്ള ഫൗണ്ടേഷനാണ്. ഈ ഫൗണ്ടേഷനാണ് കേട്ടോ ഞാനിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്താ അറിയോ, ഇത് നമ്മളുടെ സ്കിന്നിനെ ഒരു ഫിൽറ്റർ ഇട്ടിട്ടുള്ള പോലെയാക്കും. എന്ന് വെച്ചാൽ ലിറ്ററലി ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. എനിക്കിങ്ങനെ ഇത് ഇടുമ്പോൾ തോന്നും ഇത് കൊള്ളാലോ അങ്ങനെ തോന്നുന്ന ഒരു ഫൗണ്ടേഷൻ ഇതുവരെ എനിക്കങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഈ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. ഈ ഒരു എന്താണ് ടു ഫേസ്ഡിൻ്റെ ഈ ഒരു ഫൗണ്ടേഷൻ അത് ഇട്ടപ്പോഴേക്ക് എനിക്കിങ്ങനെ നല്ലൊരു ഇങ്ങനെ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര ടെക്സ്ചേർഡ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മളുടെ സ്കിന്നിൽ ആ ഒരു ടെക്സ്ചറൊക്കെ മാറി നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള പോലെ. ഇതിടുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്ന് അറിയോ, ഇതിടുമ്പോൾ നമുക്ക് എൻ്റെ ഇവിടെയുള്ള പോഴ്സൊക്കെ ഒന്ന് ഫില്ലായിട്ടുള്ള പോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഫീൽ ചെയ്യണില്ലേ? അങ്ങനെ ഒരു ഇങ്ങനെ ഫ്രണ്ടിനോട് ഫോണിലും കൂടി ഷൂട്ട് ചെയ്യണോണ്ടാണെന്നുണ്ട് ഫ്രണ്ട്സിനോട് ഇങ്ങനെ സംസാരിക്കണ പോലെ ശരിക്കും ഇവിടെ കണ്ടു ഇങ്ങനെ ഒരു നല്ലൊരു ഗ്ലാസ് അങ്ങനത്തെ ആ ഒരു രീതിയിൽ നമ്മൾക്കൊരു ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യൂട്ട് ഈ ഒരു ഫൗണ്ടേഷൻ. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഫൗണ്ടേഷനാണ്. ഇതിൻ്റെ ഷെയ്ഡ് അമരത്തി എന്നുകൊണ്ടുള്ള ഷെയ്ഡ്. അതെനിക്കൊരു ഷെയ്ഡ് ലൈറ്ററാണ്, പക്ഷേ എൻ്റെ ഈ ഫൗണ്ടേഷൻ എല്ലാ ഫൗണ്ടേഷനും എനിക്ക് ഓക്സിഡൈസ് ആയും. ഇത് പക്ഷേ കുറച്ച് കുറവായിട്ട് ഓക്സിഡൈസ് ആവുന്നത്. ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഈ ഒരു എൽഫിൻ്റെ ഈ ഒരു ബ്ലൂ പിഗ്മെൻറ്റും കൂടി മിക്സ് ചെയ്തായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ പോലത്തെ ഒരു സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പിഗ്മെൻറ്റ് മേടിച്ച് വെക്കണം, നല്ലതാണ്. ഇപ്പം എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂട്രൽ ആയിട്ടുള്ളൊരു, ഇപ്പം നിങ്ങൾക്ക് ഈ ഫോണിൽ കാണുമ്പോൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് മനസ്സിലാവും. ക്യാമറയിൽ കാണുമ്പോഴേക്ക് അത്ര കറക്റ്റിന് അറിയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇത്തിരി വാമായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു ക്യാമറ സെറ്റിങ്ങിൽ വരിക. പക്ഷേ ഫോണിൽ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് വരും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ന്യൂട്രൽനെസ് അല്ല എൻ്റെ സ്കിന്നിലുള്ളത്. അപ്പോൾ മിക്ക ഫൗണ്ടേഷൻസിനകത്തും എങ്ങനെ വെച്ചാൽ വാം ടോണാണ്. അപ്പോൾ അത് മാറ്റാനായിട്ടാണ് ഞാനിത് മേടിച്ച് വെച്ചത്. എനിക്ക് തോന്നുന്നു LA ഗേളിൻ്റെ കുറച്ചുകൂടി വലുത് കിട്ടും. ഞാൻ ഈ കൺസീലർ പോലത്തെ കളർ പിഗ്മെൻറ്റാണ് മേടിച്ച് വെച്ചത്. ഇതിങ്ങനെ ഞാൻ മിക്സ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോഴേക്കും കറക്റ്റ് ആ ഒരു നല്ലൊരു ഫിനിഷിലോട്ട് വരും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഹൈലൈറ്റർ ഏതാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു റയർ ബ്യൂട്ടിയുടെ ഹൈലൈറ്റർ ആണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു സഫോറയിലാണോ എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഞാൻ ഓർക്കുള്ള. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ ഒരു മെസ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇത് നിങ്ങൾക്കിങ്ങനെ സ്കിന്നിൽ നിങ്ങൾ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ട് എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് അത്ര നന്നായിട്ടുണ്ടാവില്ല. ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന് അറിയാത്ത നല്ലൊരു രസമുള്ള ഒരു ഷെയ്ഡാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ കണ്ട നല്ല ഇങ്ങനെ ഒരു നമുക്ക് അറിയേയില്ല നമ്മൾ ഹൈലൈറ്റർ ഇട്ടിട്ടുണ്ടെന്ന്. ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പൊളിയായിട്ട് ബ്ലെൻഡായി വരും. കണ്ട ഇങ്ങനെ ഒരു ഭയങ്കര രസമുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഏതാ നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത് ഈ കാണുന്ന ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇത് റൊമാൻഡ് എന്നാണ് പറയണത് തോന്നുന്നു. അതിൻ്റെ ഡീപ്പ് സോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഭയങ്കര രസമുള്ള ഷെയ്ഡ്. ഇത് നമ്മൾ റീസെൻ്റ്ലി ഡൽഹി ട്രിപ്പ് പോയപ്പോഴേക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാട്ടോ. ഇത് അവരുടെ സീറോ വെൽവെറ്റ് ടിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതിലുള്ളതാണ്. ഇങ്ങനെ വെച്ചാൽ കണ്ടോ നമ്മുടെ ഈ കൊറിയൻസ് കിട്ടുന്ന പോലത്തെ ആ ഒരു വെൽവെറ്റ് ടിൻ്റ് ഇല്ല, അതേപോലെ നല്ല നിങ്ങൾക്ക് ഇങ്ങനെ വേണമെച്ചാൽ ഇങ്ങനെ ലിപ്സിലോട്ട് ഇടാം. ഇതിപ്പോൾ ഞാൻ അല്ലാതെ തന്നെ നേരെ ഇട്ട് കേട്ടോ. ഭയങ്കര രസമായിട്ട് വരും. ഇതിൻ്റെ ഷെയ്ഡ് നോക്കുക നല്ല. ഇത് നിങ്ങളുണ്ടല്ലോ ഡാർക്ക് സ്കിൻ ടോൺ ആണെങ്കിലും ഡസ്കി സ്കിൻ ടോൺ ആണെങ്കിലും മീഡിയം സ്കിൻ ടോൺ ആണെങ്കിലും ഫെയർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും ഏത് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത്. ഞാൻ ഇതിന് മുൻപ് ആയിരിക്കും എൻ്റെ ഫേവറേറ്റ്സ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. ഞാനിവിടെ ലിങ്ക് കൊടുക്കാം കേട്ടോ. അതിനകത്ത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒക്കെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടു നോക്കാം. അതിൽ കാണിച്ച സാധനങ്ങൾ ഇതിൽ കാണിക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കണേ. എന്തായാലും ഇത് ഞാൻ അടുപ്പിച്ചായിരിക്കും വീഡിയോസ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിച്ചാലോ കണ്ട സാധനം തന്നെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇനി അടുത്തത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ എല്ലാവർക്കും അല്ല, നിങ്ങളുടെ ഹെയർ എൻ്റെ പോലത്തെ ഹെയർ ആണ്, ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ്, നിങ്ങൾ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ ആണ്, ഒരു സൈഡ് ഒരു രീതിയിൽ മറ്റേ സൈഡ് മറ്റേ രീതിയിൽ അങ്ങനെയുള്ള ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ക്ലെൻസിങ് ആയിട്ടുള്ള ഷാംപൂസ് വേണ്ട, എന്നാൽ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള ഷാംപൂസ് വേണമെന്നുണ്ടെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. ഇത്
ഏത് ബ്രാൻഡാ? ഷിയ മോയ്സ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ 100% വിർജിൻ കോക്കനട്ട് ഓയിൽ ഡെയിലി ഹൈഡ്രേറ്റിംഗ് ഷാമ്പൂ ആണ് കേട്ടോ. ഫോക്കസ്. ഡെയിലി ഹൈഡ്രേറ്റിംഗ് ഷാമ്പൂ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ശരിക്കും ഇത് കണ്ടു ഇതിനകത്ത് ഇരിക്കുന്ന ഈ ഒരു ക്രീം, നമ്മൾ മോയ്സ്ചറൈസർ ഇടില്ലേ അതേപോലെ നമുക്ക് തലയിലിടുമ്പോൾ തോന്നുക ശകലം പതയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നല്ല മോയ്സ്ചറൈസിങ് ആണ്. പക്ഷെ നിങ്ങളുടെ തലയിലുള്ള ബിൽഡപ്പും കാര്യങ്ങളൊന്നും പോകുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ബിൽഡപ്പും കാര്യങ്ങളൊന്നും പോകാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യത്തില്ല. പക്ഷേ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. ഇനി അടുത്തതൊരു മാസ്ക് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ ഹെയർ ഹൈ പോറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന മാസ്ക് ആണ്. നിങ്ങൾ ലോ പോറോസിറ്റി ഹെയർ ഉള്ളവർ ഇത് ട്രൈ ചെയ്യേ വേണ്ട. നിങ്ങളുടെ മുടി ഇങ്ങനെ എന്താണ് ഇങ്ങനെ വെയ് ഡൗൺ ആയിട്ട് ഇങ്ങനെ ഒരു കരപര പോലത്തെ അങ്ങനത്തെ ഒരു ടെക്സ്ചറിലോട്ട് കിടക്കും. അപ്പോൾ നിങ്ങളുടെ ഹൈപ്പോറോസിറ്റി ഹെയർ ആണെന്നുണ്ടെങ്കിൽ മാത്രം ഇടുക. ഹൈപ്പോറോസിറ്റി ഹെയർ എങ്ങനെയാണ് അറിയാമെന്ന് വെച്ചാൽ കണ്ടോ ഇത് ഇതേപോലത്തെ മുടിയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ എന്താ പറയുക, ഇപ്പോൾ വെള്ളമൊക്കെ ഇങ്ങനെ നമ്മളൊന്ന് തലോട് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നനഞ്ഞു പോകും. എണ്ണയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയൊക്കെ അങ്ങ് വാരിക്കോരി വലിച്ചുകൊണ്ട് പോകും. അതുപോലെ എന്ത് പ്രോഡക്റ്റ് ഇട്ടാലും കയറും. എന്നാൽ നിങ്ങൾ കുറച്ച് കഴിയുമ്പോഴേക്കും മുടി അങ്ങ് ബൊമ്മെന്ന് പറഞ്ഞ് പൊന്തി വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈപ്പോറോസിറ്റി ഹെയർ ആണ്. ഓൾമോസ്റ്റ് കേളി ഹെയർസ് ഒക്കെ ഹൈപ്പോറോസിറ്റി ഹെയർ വരാനാണ് സാധ്യത. കുറച്ച് പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് ലോ പോറോസിറ്റി ഹെയർ വരാം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് ഈ ഒരു ജസ്റ്റ് ഹെർബ്സിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ഹെയർ മാസ്ക്. നല്ല തിക്കായിട്ടുള്ള മാസ്കാണ്, പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റ് പോലെ. ഇതിപ്പോൾ ഞാൻ മേടിച്ചതേ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ മുടിക്കിപ്പോൾ എന്താണ് പ്രോട്ടീൻ മോയ്സ്ചർ വേണമെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ രണ്ടാമത് റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പ് ഞാൻ ട്രൈ ചെയ്തത് മൂവാന്നോ, ഞാനിവിടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കോ കൊടുക്കാം കേട്ടോ. മൂവാന്നോ ഹൈഡ്രേറ്റിംഗ് മാസ്കോ അത് ട്രൈ ചെയ്തിരുന്നു. പക്ഷെ അത് എൻ്റെ മുടിക്ക് ഒട്ട് സെറ്റ് ആവണില്ലെന്നല്ല, എൻ്റെ മുടിക്ക് വേണ്ടത്ര ഹൈഡ്രേഷൻ അതിനില്ല. അത് ഇത്തിരി ഹൈഡ്രേഷൻ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് നിങ്ങളുടെ ഫൈൻ ഹെയർ ആണ്, നിങ്ങളുടെ ലോ പൊറോസിറ്റി ഹെയർ ആണ്, മീഡിയം പൊറോസിറ്റി ഹെയർ ഒക്കെ ആണെങ്കിൽ അത് നിങ്ങൾക്ക് സൂപ്പർ ആയിരിക്കും. എനിക്കത് നല്ലതാണ്. പക്ഷെ എനിക്ക് വേണ്ട ആ ഒരു മോയ്സ്ചർ ഉണ്ടല്ലോ, ആ ഒരു തിക്നെസ്, ആ ഒരു സംഗതി അതിൽ നിന്ന് കിട്ടണില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ മേടിച്ചത്. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ മാസ്കുകൾ വേറെ ഇല്ല. ഞാനങ്ങനെ ഇപ്പോൾ കുറച്ചധികം നാളായിട്ട് ഹെയറിൽ അങ്ങനെ വെളിയിൽ നിന്നുള്ള സംഗതികൾ ഇടുന്ന ഭയങ്കര കുറവാണ്. പക്ഷെ എനിക്കിപ്പോൾ തോന്നി എൻ്റെ മുടിക്ക് ഇത്തിരി ഒരു മോയ്സ്ചറിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾ നല്ലൊരു ലിപ് ഗ്ലോസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ് ഗ്ലോസ് ട്രൈ ചെയ്യാം. ഇത് മാഴ്സിൻ്റെ ലിപ് ഗ്ലോസ് ആണ് കേട്ടോ. ഫോക്കസ്. ഇത് മാഴ്സിൻ്റെ ലിപ് ഗ്ലോസ് ആണ്. 08 എന്ന് പറഞ്ഞിട്ടുള്ള കൊക്കക്കോളയോ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ്. ചെറി കോള, കൊക്കക്കോള അല്ല, ചെറി കോള എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. അയ്യോ അടിപൊളിയായി. എന്താ ഇച്ചിരി അയ്യോക്ക് ഇത്തിരി ഇത് കൂടി പോലെ ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു ഫോക്കസ്, അടിപൊളിയായിട്ടുള്ളൊരു ലിപ് ഗ്ലോസാണ്. കണ്ടോ ഇതിൻ്റെ ഷെയ്ഡ് നോക്കൂ. നിങ്ങളുടെ ഡീപ്പ് ഡസ്കി സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത്. പിന്നെ നല്ല സൂപ്പർ ഹൈഡ്രേറ്റിംഗ് ആണ്. നമുക്ക് ലിപ്സിൽ ഇടുമ്പോഴേക്കും നല്ല രസം ഫീൽ ചെയ്യണ പോലത്തെ ഒരു ലിപ് ഗ്ലോസ് ആണ്. പിന്നെ വേറെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ഗ്ലോസ് ഇതാണ് കേട്ടോ. ഇത് മേബിലിൻ്റെ ലിഫ്റ്റ് ഗ്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിങ്ങനെ കുറച്ചൊരു ഗ്ലിറ്റർ ഉള്ളതിൻ്റെ ആപ്ലിക്കേറ്ററൊക്കെ അടിപൊളിയാട്ടോ. ഇങ്ങനത്തെ ഒരു വലിയ ആപ്ലിക്കേറ്റർ, ഒരു ഗ്ലിറ്റർ ഉള്ള പോലത്തെ, എന്ന് വെച്ചാൽ കളറൊന്നും അറിയില്ല, പക്ഷെ ഒരു ചെറിയൊരു ഗ്ലിറ്റർ ഉണ്ട്. പിന്നെ ചെറുതായിട്ടൊരു പ്ലംബിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ നല്ല ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളൊരു ലിപ് ഗ്ലോസ് ആണത്. ഇനി അടുത്തത് നിങ്ങളുടെ കാല് വിണ്ട് കീറുന്നുണ്ട്, കാലിങ്ങനെ എന്താ തരിതരിപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാലിന് ഡ്രൈനെസ്സിൻ്റെ ഇഷ്യൂ ഉണ്ട്, നിങ്ങൾക്കൊരു എക്സ്ഫോലിയേഷൻ വേണം അങ്ങനെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു മാസ്ക് ആണ് കേട്ടത്. ഇത് ഓൾറെഡി ഇത് ഞാൻ 2 മേടിച്ചിട്ടുണ്ട്. എന്നൊരു ഓർഡർ ഞാൻ യൂസ് ചെയ്തിട്ടു. അതാണ് ഇത് ഞാൻ നല്ലതെന്ന് പറയാൻ കാര്യം. ഇത് O3+ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. ഇത് ഞാൻ ഏതോ കടയിൽ പോയപ്പോഴേക്കും 2 മേടിച്ചിട്ടുണ്ടായിരുന്നു. പെഡി ബ്രൈറ്റ് ഫീറ്റ് മാസ്ക് ആണ് ഇത്. നമ്മൾ സോക്സ് പോലെ കാലിലോട്ട് ഇട്ട് വെച്ച് ഒരു 10 to 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്കും ഇതിങ്ങനെ എന്താ പറയുക പീലാവും. നെക്സ്റ്റ് ഡേ അല്ല, കുറച്ച് ദിവസം എടുത്തിട്ട് കാലിങ്ങനെ പീലായി വരുന്നത് കാണാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിൽ പരിപാടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇടരുത്. കാലിങ്ങനെ പീലാവണ, ഇങ്ങനെ പാമ്പിനെ പോലെ പടമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരിപാടിക്ക് പോകേണ്ടതായിട്ട് വരും. ഇനി അടുത്തത് ഈ ഒരു ഡോക്ടർ ഷെത്തിൻ്റെ ബോഡി പീലാണ് കേട്ടോ. ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആവണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇങ്ങനെ ബാക്കിൽ നിറയെ ആക്നി ഉണ്ട്. എനിക്കൊക്കെ ഈ ഒരു ഭാഗത്ത് നിറയെ ആക്നി വരണതാണ്. ആക്നി ഉണ്ട്. അതുപോലെ തന്നെ സൺ ടാൻ ഏറ്റിരിക്കുകയാണ്. ഇപ്പോൾ കഴുത്തിങ്ങനെ ബ്ലൗസൊക്കെ ഡീപ്പിടുമ്പോൾ അത്രയും ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ ഡാർക്ക് ആയിട്ടിരിക്കില്ല, അങ്ങനെ ഇരിക്കുകയാണ്. കാല് ടാൻ ആയിട്ടിരിക്കുകയാണ്, കൈ ടാൻ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ടാനൊക്കെ ഒന്ന് മാറണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോഡി പീല് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഗുലാബ് ആൻഡ് ഗ്ലൈക്കോളിക് ആസിഡ് ആണല്ലോ. ഈ ഗ്ലൈക്കോളിക് ആസിഡ് നമ്മളുടെ എക്സ്ഫോലിയേഷന് സൂപ്പർ ആയിട്ടുള്ള നമ്മുടെ പോഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ട് നല്ല രസമായിട്ട് വെക്കാൻ ഹെൽപ്പ് ചെയ്യാം. അപ്പം അങ്ങനെയുള്ള ഒരു ബോഡി പീലാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പീലാണ് കേട്ടോ.
ഇനി അടുത്തത് വന്നിട്ട് ഈ ഒരു മസ്കാരയാണ്. ഇത് മേബിലിൻ്റെ സ്കൈ ഹൈ മസ്കാര ആട്ടോ. ഇത് അവരുടെ ലിമിറ്റഡ് എഡിഷനിലുണ്ടായിരുന്ന ഈ ഒരു ബ്ലാക്ക്. ഇതല്ലാണ്ട് കോസ്മിക് ബ്ലാക്ക്, ഇതല്ലാണ്ട് വേറൊരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇല്ലേ ഇവിടെ എവിടെയെങ്കിലും ടാഗ് ചെയ്തേക്കാം കേട്ടോ. ഈ സാധനം നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ലാഷസിനെ കേളാക്കി വെക്കാനും അതുപോലെ തന്നെ നല്ല ഒരു ലെങ്തനിങ് തിക്കൊക്കെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാനിവിടെ എൻ്റെ ഒരു ക്ലിപ്പിങ് ആഡ് ചെയ്യാം കേട്ടോ കണ്ണിൻ്റെ. ഞാൻ തന്നെ പറഞ്ഞേ ഇത്ര ഇതായിട്ടുണ്ടായിരുന്നു എന്ന്. ഇതിട്ട് കഴിഞ്ഞപ്പോഴാട്ടോ. ഇപ്പം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്കറിയാം എൻ്റെ ലാഷസ് കാണുന്ന പോലും ഉണ്ടാവില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും ഇച്ചിരി കാണാം. പക്ഷെ എന്നാൽ നല്ല അടിപൊളിയായിട്ട് വരും ഈ ഒരു സാധനം ഇടാണെന്നുണ്ടെങ്കിൽ. ഞാൻ പൊതുവേ ഇങ്ങനത്തെ നോർമൽ വീഡിയോസിന് ഇത് ഇടില്ല. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം അറിയാം, ഇത് റിമൂവ് ചെയ്യാൻ ഒട്ടുക്കത്തെ പാടാണ്. അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ടും കണ്ടിട്ടൊക്കെ ഇടാൻ. നിങ്ങൾക്ക് ഇങ്ങനെ നല്ലൊരു പരിപാടിയൊക്കെ ഉണ്ട്, നല്ല രസമായിട്ടൊക്കെ ഇരിക്കണം. അതല്ലെങ്കിൽ പൊതുവേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ മസ്കാരാസ് ഇടാൻ ഇഷ്ടമാണ്. എന്നെ പോലുള്ള ചില ജീവികൾക്ക് മാത്രമാണ് ഇങ്ങനെ സ്കിന്നിന് മോശമാവോ അല്ലെങ്കിൽ ഇതിന് മോശമാവോ ഇതിന് ദോഷമാവോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് ഭയങ്കര പേടിച്ച് വിറച്ചിട്ടിരിക്കണത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഡെയിലി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. നന്നായിട്ട് റിമൂവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. ഇങ്ങനത്തെ ഓയിൽ ക്ലെൻസറോ അതല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലില്ലേ, കോക്കനട്ട് ഓയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയായിട്ട് മാറും. പക്ഷേ പൊളിയായിട്ടത് നല്ലോണം റിമൂവ് ആയി കിട്ടും. അപ്പം അങ്ങനത്തെ മസ്കാരയാണിത്. ഇനി അടുത്ത ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഈ കാണുന്ന ഹൂഡ ബ്യൂട്ടിയുടെ ഈ ഒരു കൺസീലർ. ഇതിൻ്റെ ഷെയ്ഡ് മാംഗോ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നിങ്ങൾ ഡസ്കി സ്കിൻ ടോൺ ആണ്, മീഡിയം സ്കിൻ ടോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന ഇവിടെ ഇപ്പം എൻ്റെ ഒരു ഈ സൈഡിൽ ചെറുതായിട്ട് കണ്ടു തുടങ്ങി തോന്നുന്നത്. എന്നാലും ഇത് ഒരു പരിധി വരെ ഇത് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഇങ്ങനത്തെ കൺസീലേഴ്സ് യൂസ് ചെയ്തിട്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യണത് ഓറഞ്ച് കൺസീലർ അല്ലേ. ഈ ഒരു കൺസീലർ നല്ല കേട്ടോ. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മളിതേ ഇതാണ് ഇതിൻ്റെ കളറ്, ഈ ഒരു ഓറഞ്ച് കളറാണ്. ഈ ഒരു ഓറഞ്ച് കളർ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഒത്തിരി പ്രോഡക്റ്റ് അവിടെ ഇടേണ്ടി വരും. അപ്പോൾ ഒത്തിരി പ്രോഡക്റ്റ് ബിൽഡപ്പോ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതും ഓറഞ്ച് തന്നെയാണ്. പക്ഷേ എത്ര പക്ഷിയാണ് ഈശ്വര, ഇത് കുറച്ചും കൂടി ലൈറ്റ് ഓറഞ്ചാണ് കണ്ടോ, കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച്. അപ്പോൾ നമുക്ക് അത്രയും പ്രോഡക്റ്റ് ഇടേണ്ട ആവശ്യം വരില്ല. എന്നാൽ നല്ലോണം നമ്മളുടെ ആ ഒരു ഡാർക്ക്നെസ് കൺട്രോൾ ചെയ്യാൻ എന്താ ഈശ്വര പറഞ്ഞാൽ ഉറക്കം വരുന്നെന്ന് തോന്നുന്നു. കൺട്രോൾ ചെയ്യാനല്ല, ഒന്ന് മറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു പ്രോഡക്റ്റ്. പക്ഷേ ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെയുള്ള ഡാർക്ക്നെസ് ആണെങ്കിലാണ് കേട്ടോ വർക്ക് ചെയ്യുള്ളൂ. ടൂ മച്ച് ഡാർക്ക്നെസ് ഉള്ള സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര കണ്ട് വർക്ക് ചെയ്യില്ല. എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 2 ഏരിയ അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും പീക്ക് ചെയ്ത് നിൽക്കണേ കേട്ടോ. ആ ഒരു കളർ ഇട്ടേക്കണോണ്ട്. ഈ ഓറഞ്ച് ഇട്ടിരുന്നെങ്കിൽ ഇത് ഓറഞ്ചില്ല, കുറച്ചുകൂടി ഡാർക്ക് ഇട്ടിറങ്ങി ഇത് തീരെ കാണണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി നമുക്ക് ഇടേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ചെറിയ ഇപ്പം എൻ്റെ ഇവിടെ ഒരു മാർക്ക് ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അത് കാണുന്നില്ലല്ലോ. അങ്ങനെ ഇതുപോലെ എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ മാർക്കുകൾ. അതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കൊന്ന് ഹൈഡ് ആക്കാനായിട്ട് പറ്റും. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബ്രൗൺ കളർ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര കണ്ട് വർക്കാവില്ല കേട്ടോ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് എടുക്കണം. പക്ഷേ ഈ ഹൂഡ ബ്യൂട്ടിയുടെ ഈ റേഞ്ചിലുള്ള കളർ കറക്റ്റേഴ്സ് ഭയങ്കര അടിപൊളിയായിട്ട് ബ്ലെൻഡ് ആവും. ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു തിക്കാണ്. പിന്നെ എന്താ നമുക്ക് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി പ്രോഡക്റ്റ് ഇടേണ്ടി വരും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ലൈറ്റാണ്, നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ആക്കാൻ പറ്റും. പ്രോഡക്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ തിക്നെസ് ഉണ്ടാവില്ല. വെളിയിലിടുന്ന പ്രോഡക്റ്റും ഇതും ഒരുമിച്ച് തിക്കാവും. ഈ കൺസീലറാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ. ഇതാകുമ്പോൾ ലൈറ്റ് ആയതുകൊണ്ട് അത്രയും ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇനി അടുത്തത് എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് കുറച്ച് ഹൈലൈറ്റേഴ്സ് ആണ്. എൻ്റെ ഫേവറേറ്റ് ഞാൻ ആദ്യം ഒരെണ്ണം കാണിച്ചു തന്നല്ലേ. രണ്ടാമത്തത് ഈ ഒരു ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് ബെക്കയുടെ ഹൈലൈറ്ററാണ്. അടിപൊളിയായിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. ഇത് ഒപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. കുറച്ചിങ്ങനെ ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എടുത്തറിയണ പോലത്തെ ഒരു ഹൈലൈറ്റർ അല്ല, കുറച്ച് ഒരു ഡിമ്മ പക്ഷെ നാച്ചുറൽ ഫിനിഷാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഈ ഒരു കളർ പോപ്പിൻ്റെ ഹൈലൈറ്റർ കേട്ടോ. ഈ ഹൈലൈറ്റർ ഇതിൻ്റെ ഷെയ്ഡ് വിസ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഈ ഒരു ഷെയ്ഡും ഭയങ്കര ഒരു ലൈറ്റാണ്. നമുക്കൊരു ഗ്ലാസ് ലൈക്ക് നാച്ചുറൽ ഫിനിഷ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലത്തെ ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്യാനും ഒക്കെ എളുപ്പമുള്ള ഒരു ഹൈലൈറ്റർ. കണ്ടോ നമുക്കിങ്ങനെ ഗ്ലാസ് ലൈക്ക് ഫിനിഷ് അങ്ങനെ ഇല്ലേ, ആ ഒരു രീതിയിൽ വരണ പോലത്തെ ഒരു ഹൈലൈറ്ററാണ് ഇതിൻ്റെ. ഇനി എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഒരു ഹൈലൈറ്റർ. എഗെയിൻ ഇത് ഞാൻ ഒത്തിരി തവണ കാണിച്ചിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് മതിയാവണില്ല ഇത് കാണിച്ച്. അത്ര പൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ഹൈലൈറ്റർ. ഇത് മാക്കിൻ്റെ സോഫ്റ്റ് ആൻഡ് ജെൻറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈലൈറ്ററാണ്. ഞാൻ ഈ കാണിച്ച ഹൈലൈറ്റേഴ്സ് എന്നൊക്കെ കിങ് ആയിട്ടുള്ള ഹൈലൈറ്റർ ആയിട്ടാണ് ഞാനിത് പറയാം. ഇത് പൊളിയാണ്, നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹൈലൈറ്ററാണ് കേട്ടോ. പക്ഷെ അത് കണ്ടോ നല്ല
അങ്ങനെ ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് നമുക്ക് അങ്ങനെ ഒത്തിരി എടുത്തറിയോ, നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ നല്ലോണം ബ്ലെൻഡായി പോകും. ഭയങ്കര രസമായിട്ടിരിക്കുന്ന ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. അത് നല്ല രസമുള്ള ഹൈലൈറ്റർ, ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യണം. ഇപ്പോഴാണെങ്കിൽ ഓഫറും ഉണ്ട് നൈക്കയിൽ, അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നല്ല സൂപ്പറായിട്ടുള്ള ഹൈലൈറ്റർ. ഇനി അടുത്ത വന്നിട്ട് ഈ കാണുന്ന ഒരു ബ്ലഷ് ആണ് കേട്ടോ. ഇത് നൈക്കയുടെ ബ്ലഷ് ആണ്. ഇത് നല്ല ക്രീമി ആയിട്ട് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബ്ലഷാണ്. ഇതിൻ്റെ എല്ലാ ഷെയ്ഡും അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ബെറി ക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് നിങ്ങൾ നല്ല ഡീപ്പ് സ്കിൻ ടോൺ ആണ് അല്ലെങ്കിൽ ഡസ്കി സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലൊക്കെ നല്ല. ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത് ഈ ഒരു ബ്ലഷാണ് കേട്ടോ. അറിയണില്ലെന്ന് തോന്നണല്ലേ, കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അത് അങ്ങ് പോയെന്ന് തോന്നുന്നു. ഞാനൊന്നുകൂടി ഇട്ട് കാണിച്ചു തരാം. എവിടെ എൻ്റെ ബ്ലഷ് എവിടെ? ബ്ലഷ് കണ്ടോ? ഇങ്ങനത്തെ ഒരു നല്ല ഒരു ഡീപ്പായിട്ടുള്ള ഒരു കളറാണ് കേട്ടോ ഈ ഒരു ബ്ലഷിനുള്ളത്. നിങ്ങളിങ്ങനെ ഡസ്കി, ഡീപ്പ്, മീഡിയം സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മീഡിയം സ്കിൻ ടോൺ അല്ല, ഡാർക്ക് സ്കിൻ ടോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് നല്ലതായിരിക്കും. എന്നാൽ നിങ്ങൾ മീഡിയം സ്കിൻ ടോൺ ആണ്, അങ്ങനെ ലൈറ്റ് സ്കിൻ ടോണിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈ ഷെയ്ഡൊക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇത് റോസി റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇത് കണ്ടോ കുറച്ചുകൂടി ഒരു ഇത്തിരി കൂടി ഒരു വാംത്തുള്ളൊരു ഷെയ്ഡാണ്. ഇത് നിങ്ങൾ ഡീപ്പ് സ്കിൻ ടോൺ നല്ല, ഇത് നിങ്ങൾ മീഡിയം സ്കിൻ ടോൺ നല്ല. ലൈറ്റ് സ്കിൻ ടോൺ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ബേബി പിങ്ക് കളേഴ്സൊക്കെ നല്ലതായിരിക്കും. നിങ്ങൾ പറയൂട്ടോ, ഇങ്ങനെ ബ്ലഷിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടോ? ഏത് ബ്ലഷ് ഏത് സ്കിൻ ടോണിന് ചേരും അങ്ങനെയൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇനി അടുത്ത നിങ്ങൾ നല്ലൊരു ഗ്ലാസ് സ്കിൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഞാനിത് നൈക്കയുടെ ഇവൻറ്റിന് പോയപ്പോൾ ഇങ്ങനെ ഈ കുഞ്ഞ് സാധനം കിട്ടിയപ്പോഴാണ് ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ ഓർക്കണത്. ഇത് അടിപൊളിയായിട്ടുള്ളതാണ്. ഇത് മൈക്രോ എസെൻസ് ആണ് കേട്ടോ. ഇത് നിങ്ങളുടെ സ്കിന്നിങ്ങനെ ഒരു ഗ്ലാസ് ഫിനിഷ് കൊണ്ടുവരാനും ആ ഒരു ഗ്ലോ ആ സാധനം കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മളുടെ സ്നെയിൽ മ്യൂസിനൊക്കെ ഇല്ലേ, ആ സ്നെയിൽ മ്യൂസിനൊക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു ഗ്ലോ അങ്ങനെ വരില്ല, ആ സാധനം വരാനായിട്ട് നല്ലതാണിത്. പിന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഒരുപാട് പോഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു സാധനം യൂസ് ചെയ്യാം. ഇത് അടിപൊളിയായിട്ട് വർക്കും, പോഴ്സ് കുറയ്ക്കും. അത് പോഴ്സ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ വരും. എന്ന് വെച്ചാൽ ഇത് ഈ ഒരു സാധനം ഇല്ലേ, ഇതിപ്പോൾ അതുകൊണ്ടിട്ട് ഒന്നല്ല, ഇതേപോലത്തെ ഒരു സാധനം ഇത് യൂസ് ചെയ്യുമ്പോഴേക്കും വരും. ഇനി അടുത്തത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഷാംപറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതൊരു കൂൾ ടോൺഡ് ആയിട്ടുള്ള ഒരു ബ്രൗൺ കളറാണ് കേട്ടോ. പൊതുവേ ഞാൻ കൂൾ ടോൺഡ് ബ്രൗൺ യൂസ് ചെയ്യാറില്ല, പക്ഷേ ഇപ്പം എനിക്കത് ഇഷ്ടമാണ്. കണ്ടോ, ഇങ്ങനത്തെ ഒരു കൂൾനെസ് ഉള്ള ഒരു കളറാണ്. നിങ്ങളങ്ങനെ ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങും ആണ് കേട്ടോ. കൂൾ കളേഴ്സ് ഇപ്പോൾ ട്രെൻഡായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കൂൾ കളേഴ്സ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഷെയ്ഡ്. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് കേട്ടോ. ഇത് നിക്സിൻ്റെ ലോ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ലിങ്കർ XXL അങ്ങനത്തെ പറഞ്ഞിട്ടറിയതാ. ഇത് നല്ല സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല അടിപൊളിയായിട്ടുള്ളതാണ് കേട്ടോ. ഇതിനടുത്ത് നിൽക്കുമ്പോഴേക്കും ഇത് അത്ര കൂളായിട്ട് തോന്നണില്ലെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു കൂൾ കളറാണ് കേട്ടോ ഇത് ലിപ്സിലിട്ടിട്ട് ഞാൻ ലിപ് ലൈനറിൻ്റെ കൂടെയാണ് ഇടാറുള്ളത്. അങ്ങനത്തെ നല്ല രസമുള്ള, നല്ല നമുക്ക് ലിപ്സിൽ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടെന്ന് ഫീൽ ചെയ്യാത്ത പോലത്തെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇനി അടുത്തത് നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് മെയ്ബിലിൻ്റെ വൈനൽ ഇങ്ക് റേഞ്ചിലുള്ളതാണ്. ഇത് എക്സ്ട്രാ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. ഇതിനാണെങ്കിൽ ഇപ്പോൾ 40% 35% അങ്ങനെ എന്തോ ഓഫറുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നല്ല സൂപ്പറായിട്ടുള്ളൊരു കളറാണ്, നല്ലൊരു വാം ആയിട്ടുള്ള കളറാണ്. ആ ഒരു ഗ്ലോസി ഫിനിഷും കൂടി ഉള്ളതാണ് കണ്ടോ. ആ ഒരു ഗ്ലോസി ഫിനിഷും കൂടി ഉള്ള ഒരു ബ്രൗൺ ടച്ചുള്ള ഒരു കളറാണ്, വാം ബ്രൗൺ ടച്ചുള്ള ഒരു കളറാണ്. ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടോൺ ഉള്ളവർക്കും ചേരും. നിങ്ങൾ ഡസ്കി ഡീപ്പ് സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിലൊക്കെ ഇത് ചേരും. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ, ലാക്മിയുടെ മൂസ് ലിപ്സ്റ്റിക്ക്. അവരുടെ ചോക്ലേറ്റ് ടെംപ്ടേഷൻ, അത് ഇവിടെ ഞാൻ എടുത്തു വെച്ചിരുന്നു. ഇതിപ്പോൾ ഇവിടെ ചുറ്റിനും സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് എവിടെ ഇരിക്കണേ എന്നുള്ളത് കാണുന്നില്ല. ആ ചോക്ലേറ്റ് ടെംപ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. നല്ല ബ്രൗൺ വാം, ഒരു ചെറിയ ഹിൻറ്റ് ഓഫ് പിങ്ക് ഒക്കെ ഉള്ള നല്ല രസമുള്ളൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിരിക്കേണ്ട ലിപ്സ്റ്റിക്കാണ്. അതിനിപ്പോൾ എനിക്ക് തോന്നുന്നു 50% 40% ഓഫ് ഉണ്ട്. ഒട്ടന്നെ തന്നെ മേടിച്ചോ, അത്രയും അടിപൊളി. എന്ന് വെച്ചാൽ ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, പക്ഷേ ഞാനിപ്പോൾ ഇട്ടിട്ടില്ലേ അതേപോലത്തെ ആ ഒരു വെൽവെറ്റ് മാറ്റ് അങ്ങനത്തെ ഒരു ഫിനിഷ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത് നിങ്ങൾ നല്ലൊരു ലിപ് ബാം നോക്കി നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലിപ് ബാം ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് എർത്ത് റിതത്തിൻ്റെ ലിപ് ബാം ആണ് കേട്ടോ. ലിപ് ബട്ടറാണ് ഇത്. കാസ്റ്റർ ഓയിൽ, ഷിയ ബട്ടർ ആൻഡ് ഒലീവ് ഓയിലിൻ്റെ അങ്ങനെ ഫാൻസി സ്മെല്ലുകളൊന്നുമില്ല. ശരിക്കും കാസ്റ്റർ ഓയിൽ എടുത്ത് ചുണ്ടിലിടുന്ന പോലത്തെ ഒരു മണം. പക്ഷേ ഇത് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും കേട്ടോ. നമുക്ക് ലിപ്സിൽ നമുക്കിങ്ങനെ ഫീൽ ചെയ്യാൻ പറ്റും, ആ ഒരു ബട്ടർനെസ് നമുക്ക് ലിപ്സിൽ ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത വന്നിട്ട് ഈ കാണുന്ന ലെനേജിൻ്റെ ഈ ഒരു ബൗൺസി സ്ലീപ്പിംഗ് മാസ്ക്. ഇതിൻ്റെ വലുത് ഞാൻ മേടിക്കണമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ. ഇത് നല്ല സൂപ്പറായിട്ട് നമ്മളുടെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യും. ഞാൻ ഡൽഹി പോയി വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങനെ സ്കിന്നുണ്ടല്ലോ
ഭയങ്കരമായിട്ട് ഡ്രൈ ആവുക. അത് ഇവിടെ ഡ്രൈ ആവണം. എനിക്കിങ്ങനെ തൊടുമ്പോൾ ആ ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യണം. എന്നാൽ അവിടെ വെച്ച് അടിപൊളിയായിരുന്നു. അവിടെ നിന്ന് വന്നപ്പോഴാണ് തോന്നുന്നത് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആണെന്ന് തോന്നുന്നു, ഭയങ്കര ഡ്രൈ ആവുമായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു പ്രോഡക്റ്റാണ് യൂസ് ചെയ്തത്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇതിന് റിസൾട്ട് ഫീൽ ചെയ്തായിരുന്നു. നല്ലോണം നമ്മുടെ സ്കിൻ ഇങ്ങനെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കും. അതേസമയം ഞാൻ മറ്റേ ഡോട്ട് ആൻഡ് കീയുടെ ഒരു ഹൈലറോണിക് സെറാമൈഡിൻ്റെ ഒരു ഇല്ല, അതിട്ടിരുന്നു. പക്ഷെ അതിടുമ്പോൾ എന്താ പ്രശ്നം അറിയോ, എനിക്കത് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. എൻ്റെ ലിപ്സ് എല്ലാം ഫേസിലിടുമ്പോൾ ആ ഒരു ഓയിലിനെസ് ആണ് അതിടുമ്പോഴേക്ക് അറിയാൻ തുടങ്ങിയത്. പക്ഷേ ഇത് കുറച്ചും കൂടി വാട്ടർ ഉള്ളതാണ്. ത്രൂ ആ ഒരു വാട്ടർ ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫേസിന് ആ ഒരു ഹൈഡ്രേറ്റ് ചെയ്യിപ്പിക്കണ പോലെ ഫീൽ ചെയ്തേ. മറ്റേന്നുകൊണ്ട് എൻ്റെ ഫേസിൻ്റെ മേളെ ഇരിക്കണ പോലെ തോന്നി, ഇത് കുറച്ചുകൂടി കയറി പോണ പോലെ തോന്നി. അപ്പോൾ ഈ ഒരു സാധനം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ വാട്ടർ ഇഷ്ടമാണ്, ജെൽ കൈൻഡ് ഓഫ് സംഗതികൾ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും, നല്ലോണം ഇഷ്ടപ്പെടും. നല്ല ഒരു ബൗൺസി, ഒരു സോഫ്റ്റ്, അതുപോലെ ഒരു ഗ്ലോയി, അങ്ങനത്തെ ഒക്കെ ഒരു അങ്ങനത്തെ ഒരു എഫക്റ്റ് നമുക്ക് സ്കിന്നിൽ കിട്ടാനായിട്ട് ഈ പ്രോഡക്റ്റ് നല്ല കേട്ടോ. ഇനി അടുത്തത്, നിങ്ങൾ നല്ല ഒരു ബേക്കിംഗ് പൗഡർ നോക്കുന്നുണ്ട്, നിങ്ങൾക്കിങ്ങനെ ലൂസ് പൗഡേഴ്സ് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഹൂഡ ബ്യൂട്ടിയുടെ ഈസി ബേക്ക് ആൻഡ് സ്നാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ഞാൻ എന്ത് ബനാനയാണ്, ബ്രെഡ് ബനാനേ അല്ലല്ല, എന്ത് ബനാനയാണിത്, ബനാന ബ്രെഡ്, എൻ്റെ ഒരു ഓർമ്മ ബനാന ബ്രെഡ്. ഇതാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ ഇന്ന് ഞാൻ ഇത് കണ്ണിനടിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഒരു മൊത്തത്തിലൊരു ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കണത് പോലത്തെ ഒരു ഫീല് വരും ഈ പ്രോഡക്റ്റിന്. ഇത് പ്രസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് നമുക്ക് കണ്ണിനടിയിൽ അങ്ങനെ ഒത്തിരി ഇരിക്കണ പോലത്തെ ഒരു ഫീല് വരത്തില്ല. പിന്നെ ഈ ഒരു ബ്രഷ് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു ബ്രഷാണ്. ഇത് മാൾസിൻ്റെ ബ്രഷാണ്. ഇതാണ് ഞാൻ എവിടെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ബ്രഷാണ് കേട്ടോ. ഇത് വെച്ചിട്ട് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുക. ഇത് വെച്ചിട്ട് ഞാൻ പൗഡേഴ്സ് ഇടും. ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബ്ലഷൊക്കെ ഇത് വെച്ചിട്ട് ഇടാറുണ്ട് കേട്ടോ. ഇങ്ങനെ ഇടും. പിന്നെ ഇത് തിരിച്ച് കഴിയുമ്പോഴേക്കും ഇതിനകത്ത് ഇങ്ങനെ ഒരു ഇതുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഇടാം, ഈ സാധനങ്ങളൊക്കെ ഇടാം. ഞാനിത് വെച്ചിട്ട് ഹൈലൈറ്റേഴ്സ് ആണ് ഇടാറുള്ളത് പൊതുവേ. ഇനി അടുത്തത്, നിങ്ങൾ നല്ലൊരു ഐബ്രോ പെൻസിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ഐബ്രോ പെൻസിലിനെ വെച്ച് നോക്കുമ്പോൾ വ്യത്യാസമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വ്യത്യാസമില്ല. പക്ഷേ ഇതിന്റെ കളർ അടിപൊളിയാണ്. ഇതിന് കുറെ കളേഴ്സ് ഉണ്ട്. ആ കളേഴ്സ് മിക്ക ഐബ്രോ പെൻസിലിന്റെ ഈ അഫോർഡബിൾ റേഞ്ചിൽ വരണതിനകത്ത് കാണാറില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു കളറും എൻ്റെ ഐബ്രോസിന്റെ കളറും കണ്ടോ എക്സാക്ട്ലി സിമിലർ ആയിട്ടുള്ള കളറാണ്. ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാക്ക് വരാൻ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് അല്ല, എന്നാൽ ഒരു ഡാർക്ക് ബ്രൗൺ. ഇതിന്റെ ഷെയ്ഡ് അതാണ് കേട്ടോ, ഡാർക്ക് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡ്. എനിക്ക് ഇവരുടെ ആ ഒരു ഷെയ്ഡിന്റെ സംഗതി ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ഇത് വരച്ചു കഴിയുമ്പോഴേക്കുള്ള ആ ഒരു ഫിനിഷ് എനിക്ക് ഇഷ്ടമാണ്. നമ്മുടെ ഐബ്രോസിൽ വരുമ്പോഴുള്ള ഫിനിഷ് എനിക്ക് ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ റേറ്റ് കുറവിലും ഇതേപോലെ തന്നെ പെർഫോമൻസ് ഉള്ളത് കിട്ടും. കളർ കറക്റ്റായിട്ട് കിട്ടത്തില്ലെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത നിങ്ങൾക്ക് ലിപ് ബാം റെക്കമെൻഡേഷൻ ആണ്. ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ള ലിപ് ബാം എങ്ങനെയാണ്, ലിപ് ലൈനർ എങ്ങനെയുണ്ട്, നല്ല രസമല്ലേ. ഇത് ഇവരുടെ കണ്ടേരിയസ് ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. മാൾസിന്റെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇതിന്റെ ഫിനിഷ് നല്ല അടിപൊളിയാണ്. നല്ലോണം ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകും. എനിക്ക് സ്വിസ് ബ്യൂട്ടിനെക്കാട്ടിലും ഇതിന്റെ നല്ലോണം ഇഷ്ടമായിട്ടോ. ഇതിന്റെ ബ്രൗണ് കുറച്ചൊരു ന്യൂട്രൽ ടോണുള്ള ബ്രൗൺ, ആ വാം ടോൺ അല്ല, പക്ഷെ നല്ല രസമുള്ളതാണ്. ആക്ച്വലി ഇതിന് ഫുള്ള് ഞാൻ ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇത് നടുക്ക് മാത്രമാണ് കുറച്ച് ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ് ഒക്കെ. ഇതാണ് കേട്ടോ ഇതിന്റെ ഷെയ്ഡ്. നല്ല ഇത് ഇങ്ങനെ തന്നെ വരച്ച് നമുക്ക് ഇത്ര വേണമെന്ന് വെച്ചാൽ അത്രയും വരയ്ക്കാൻ പറ്റും. അങ്ങനത്തെ നല്ല രസമുള്ള ലിപ് പെൻസിലുകളാണ് കേട്ടോ. ഈ മാൾസിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും അടിപൊളിയാണ്. പിന്നെ ഇനി നിങ്ങൾ സ്വിസ് ബ്യൂട്ടി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു മറൂൺ ഷെയ്ഡ് നല്ലതാണ് കേട്ടോ സ്വിസ് ബ്യൂട്ടിയുടെ. കണ്ടോ, ഇത് പക്ഷെ ഇച്ചിരി ഒരു പെൻസിലി അങ്ങനത്തെ ഒരു ഒരു നമ്മൾ ഈ പെൻസിൽ യൂസ് ചെയ്യില്ലേ, ആ ഒരു പെൻസിലി ഫീല് വരും. മറ്റേത് കുറച്ചുകൂടി ഒരു ക്രീമി ടെക്സ്ചറാണ് വരിക. ഇത് രണ്ടിനും ഏതാ ബെറ്റർ എന്ന് ചോദിക്കുകയാണെങ്കിൽ മാൾസാ പറയാം. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതും വേണമെങ്കിൽ ട്രൈ ചെയ്യാം. നല്ല അടിപൊളി കുറെ കളേഴ്സ് ഒക്കെ ഉണ്ട്. പിന്നെ എനിക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ളത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ്. ഈ ടിറിന്റെ ഫൗണ്ടേഷൻ ഞാൻ റീസെന്റ് പർച്ചേസ് ചെയ്തതുകൊണ്ട് പൊള്ളിയായിട്ടുള്ള ഫൗണ്ടേഷൻ ആണിത്. നല്ല നിങ്ങൾക്ക് ഇതിന്റെ മാച്ച്
എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും മാച്ച് കിട്ടും. കാരണം 30 ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾ കടയിൽ അവൈലബിൾ ആണ്, ഇത് സ്വാച്ച് ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എനിക്കൊരു നാട്ടിലൊക്കെ ഇതിന്റെ ചെറിയ സാമ്പിൾ സൈസ് കിട്ടും. നമുക്ക് ഇവിടെ അത്ര സാമ്പിൾ സൈസ് ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഫുള്ള് ട്രൈ ചെയ്തിട്ട് മേടിക്കായിരുന്നു. പക്ഷെ ഇത് അങ്ങനത്തെ സാമ്പിൾ സൈസ് ഇല്ല. ഇതിങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്. ഇത് എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡാണ്. വരച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയണില്ലല്ലോ. അതേപോലത്തെ ഷെയ്ഡാണ് കേട്ടോ ഇതിന്. കയ്യിൽ വരയ്ക്കുമ്പോൾ അറിയാൻ തോന്നുന്നു. കയ്യിൽ വരയ്ക്കുമ്പോഴേക്കും അറിയാം, പക്ഷെ നെറ്റിയിൽ വരയ്ക്കുമ്പോൾ കളർ ഏകദേശം സിമിലർ ആയതുകൊണ്ട് അറിയില്ല. ഭയങ്കര പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ളത്. ഇതിനകത്ത് കുറേ അണ്ടർടോൺസും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ ഏതെങ്കിലും ഷെയ്ഡ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയാം കേട്ടോ. നിങ്ങൾ ഏത് ഷെയ്ഡാണ് ട്രൈ ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ കമന്റ് സെക്ഷനിൽ പറയാം. ഇനി നിങ്ങൾ നല്ലൊരു പ്രൈമർ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മാൾസിന്റെ ഈ ഒരു പ്രൈമർ നല്ലൊരു സിലിക്കോണിൽ എന്റെ ഇങ്ങനെ സ്കിന്നിന് കുറച്ച് ടെക്സ്ചറും പോഴ്സ് ഉള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഞാൻ ഈ സിലിക്കോൺസ് റെക്കമെൻഡ് ചെയ്യണത്. ഞാനിത് പൊതുവെ യൂസ് ചെയ്യാറുള്ളതുകൊണ്ട്. ഇത് കളാബാറിന്റെ ഇതൊക്കെ ഈ സിലിക്കോൺസ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യരുത് കേട്ടോ. സിലിക്കോൺസ് നമ്മുടെ പോഴ്സ് ക്ലോഗ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് നല്ലോണം റിമൂവ് ചെയ്തിട്ടുണ്ടാണ്. ഈ 2 പ്രൈമേഴ്സ് അടിപൊളിയാണ്. ആ ഒരു കാര്യത്തിൽ നല്ല രസമുള്ള പ്രൈമർ ആണ്. പിന്നെ നിങ്ങൾ ബ്ലഷിൽ വേറെ റെക്കമെൻഡേഷൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ബ്ലഷ് നല്ലതാണ്. അതുപോലെ തന്നെ ഈ ന്യൂ സ്റ്റിക്കിന്റെ ബ്ലഷ് നല്ല കേട്ടോ. നല്ല ക്രീമി ആയിട്ടുള്ള, ഇത് കുറച്ചുകൂടി ഒരു മാറ്റ് ഫിനിഷാണ്. ഇത് ഇച്ചിരി ഒരു ക്രീമി ഫിനിഷാണ് നമുക്ക് ഫേസിൽ വരണത്. ഇനി നിങ്ങൾ നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോക്സ് സ്റ്റീലിന്റെ സൺസ്ക്രീൻ നല്ല കേട്ടോ. അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരുന്ന സൺസ്ക്രീൻ ആണ്. അതുപോലെ തന്നെ ഇത് ഒരു ഡ്യൂവി ഫിനിഷാണ്. പക്ഷെ നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അത്ര കണ്ട് രസം ഉണ്ടാവില്ല. അല്ലാത്ത അല്ലാതെ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ഒരു തിളക്കം, ആ ഒരു ഗ്ലോയിനെസ്, ഇച്ചിരി ഇതിന് ഫ്രാഗ്രൻസ് ഉണ്ട് കേട്ടോ. ആ ഒരു ഗ്ലോയിനെസ് നമ്മുടെ സ്കിന്നിൽ കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്റെ സ്കിൻ ടൈപ്പിനൊന്നും അത്ര നന്നല്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ എന്റെ ഓയിലി ആവാൻ തുടങ്ങും. പക്ഷെ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, നോർമൽ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ നല്ലതായിരിക്കും. ഇനി നിങ്ങളുടെ ഓയിലി സ്കിൻ ടൈപ്പ് ആണ്, കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. ഇത് ഡോട്ട് ആൻഡ് കീയുടെ വാട്ടർമെലൺ കൂളിംഗ് സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിങ്ങനെ ഒരു വാട്ടർ കൈൻഡ് ഓഫ് ഒരു സൺസ്ക്രീൻ ആണ്. ഇത് നിങ്ങൾക്ക് കയ്യിലിട്ട് കഴിയുമ്പോഴേക്കും, കയ്യിലല്ല ഫേസിലിട്ട് കഴിയുമ്പോഴേക്കും ഒരു കൂളിംഗ് എഫക്റ്റ്. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് അറിയാൻ പറ്റും കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു തണുപ്പുള്ളതുകൊണ്ട്. പിന്നെ ഇതിനൊരു ജെൽ കൈൻഡ് ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക, നമ്മുടെ സ്കിന്നിനെ ഓയിലി ആക്കത്തില്ല. ആ ഒരു ഗ്ലോയിനെസ് ഉണ്ടാവില്ല. ഇടുമ്പോൾ ഇപ്പം ഈ ഒരു ഗ്ലോ ഉണ്ടെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ ഗ്ലോ അങ്ങോട്ട് അണയും. എന്ന് വെച്ചാൽ ഇച്ചിരി അങ്ങോട്ട് സെറ്റ് ആയി കഴിയുമ്പോഴേക്കും ഒരു മാറ്റ് ഫിനിഷിലോട്ടാണ് വരിക. അത്ര കണ്ടിട്ട് ഒരു ഗ്ലോയി ഫിനിഷിലോട്ടല്ല ഈ ഒരു സൺസ്ക്രീൻ വരണേ. ഇതും ഞാൻ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്ന സൺസ്ക്രീൻ ആണ് കേട്ടോ. പിന്നെ നിങ്ങൾ നല്ലൊരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ട്, അഫോർഡബിൾ റേഞ്ചിൽ നല്ലൊരു ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്ന ഫൗണ്ടേഷൻ ആണ് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ. നല്ല അടിപൊളിയായിട്ടുള്ള ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ ഫിനിഷ് നല്ലതാണ്. പിന്നെ ഇത് ഒത്തിരി അങ്ങോട്ട് ഓക്സിഡൈസ് ആവത്തില്ല. ഇത് എയർ ബ്രഷ് ഫിനിഷാണ്. ശരിക്കും നമുക്കൊരു എയർ ബ്രഷ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതാണ് വരുന്നത്. പിന്നെ ചെറിയൊരു ഡൾനെസ് ഫീൽ ചെയ്യുന്നു തോന്നുന്നു, പക്ഷെ നമ്മുടെ സ്കിന്നിനെ ഓക്സിഡൈസ് ആക്കുന്നില്ല എന്ന് എനിക്ക് തോന്നി. ഇത് കാരമൽ ബീച്ച് എന്നുള്ള ഷെയ്ഡാണ് കേട്ടോ. എന്റെ സ്കിന്നിന് ഇത്തിരി ഒരു വാംനെസ് കൂടുതലാണ്. ഒന്ന് ന്യൂട്രലൈസ് ചെയ്താൽ നല്ലതാ. എന്താണ് ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുമ്പോഴേക്കും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ അത്. പിന്നെ എന്റെ ഇപ്പോഴത്തെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഐലൈനർ കൂടി കാണിച്ചു തരാം. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഐലൈനർ, ഡിക്സിന്റെ. ഇതെനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം തന്നെ ഇതിന്റെ ഈ ഒരു പോയിന്റഡ് ആയിട്ടുള്ള സാധനമാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെറിയതായിട്ട് നമുക്ക് ചെറിയൊരു വിങ്സ് ഇടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയ വിങ്സ് ഇടാം, വലിയ വിങ്സ് ഇടണമെങ്കിൽ വലിയ വിങ്സ് ഇടാം. അങ്ങനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓരോ സാധനങ്ങൾ ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഐലൈനർ കൊണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എവിടെയൊക്കെ പോകണമെന്നുണ്ടെങ്കിലൊക്കെ ഐലൈനർ ഇടാറുണ്ട്. മറ്റേ എനിക്ക് ഐലൈനർ ഇടുന്ന അത്ര ഇഷ്ടമില്ലായിരുന്നു. ഇപ്പൊ എന്താ വെച്ചാൽ ഐലൈനർ ഇടാതിരിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും കണ്ണിൽ ആ ഒരു ഡിഫറൻസ്. ഇനി അടുത്തത് ഒരു ഐസിറോ ആണ്. ഇത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഈ ഒരു ലോറിയൽ പാരീസിന്റെ ഈ ഒരു ഐ ക്രീം. ഇത് നമ്മൾക്ക് എന്താ പറയുക, ഇതിന്റെ ആപ്ലിക്കേറ്റർ ആണ് കേട്ടോ, ഹൈലൈറ്റർ. ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ. അപ്പൊ കണ്ണിനടിയിൽ ഇതിങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു അണ്ടർ ഐസിലുള്ള ഡാർക്ക്നെസ് കുറഞ്ഞു വരുന്നത് നമുക്ക് അറിയാനായിട്ട് പറ്റും. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത്.
പിന്നെ നിങ്ങൾ നല്ലൊരു ബോഡി സൺസ്ക്രീൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം. ഇത് ഓൾറെഡി പൊട്ടിച്ചത് എൻ്റെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊട്ടിക്കാത്തത്. നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അതല്ലെങ്കിൽ ഇതിന്റെ റിവ്യൂസ് നോക്കിയിട്ടുണ്ടെങ്കിലോ നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം ഇത് അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇതിനകത്ത് ക്യാരറ്റിൻ, ആസിൻമൈഡ്, സെറാമൈഡ്, റാസ്ബെറി ആണുള്ളത്. നല്ലോണം പ്രൊട്ടക്ട് ചെയ്യും, എന്നാൽ നമുക്ക് നല്ല മോയ്സ്ചറൈസർ, നല്ലതായിട്ട് ബോഡി മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി ലോഷൻ സൺസ്ക്രീൻ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഐറ്റംസ്. നിങ്ങൾക്ക് ഇനി റെക്കമെൻഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രോഡക്റ്റ് ആണ് ഇഷ്ടമായത്, നിങ്ങൾക്ക് ഇനി എന്ത് പ്രോഡക്റ്റ് ആണ് കാണാൻ താല്പര്യം, നിങ്ങൾക്ക് എന്ത് സംശയങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ താഴെ കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ ഓരോ കമന്റ്സ് കാണുമ്പോഴാണ് എനിക്ക് ഇനി എന്ത് വീഡിയോ ആണ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള ഒരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് കമന്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന്റെ ലിങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ഈ സൈഡില് എന്താണ് നമ്മുടെ ഷോപ്പിംഗ് ടാഗിനകത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഇതുപോലത്തെ വീഡിയോ ആയിട്ട് കാണുന്നവരെ